സംസ്ഥാന സർക്കാരിന് വകുപ്പുകളിൽ ചിറ്റമ്മ നയം. CPI കൈകാര്യം ചെയ്യുന്ന ഭക്ഷ്യവകുപ്പിലെ സപ്ലൈകോയിലെ പാടെ അവഗണിക്കുമ്പോൾ CPM കൈകാര്യം ചെയ്യുന്ന സഹകരണ വകുപ്പിലെ കൺസ്യൂമർ ഫെഡിനെ വാരിക്കോരി സഹായം നൽകുകയാണ്. സപ്ലൈകോയിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ കൺസ്യൂമർ ഫെഡ് ഇതേ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ നൽകുന്നു. അതായത് സഹകരണ മേഖലയിലെ കൺസ്യൂമർ ഫെഡിന് സർക്കാർ ധനബാധ്യതകൾ വരുത്താൻ ഇടയാക്കുന്നില്ല. സപ്ലൈകോ വില വർദ്ധിപ്പിച്ച സാധനങ്ങൾ കുറഞ്ഞ തുകയ്ക്കാണ് കൺസ്യൂമർ ഫെഡ് വിതരണം ചെയ്യുന്നത്. സപ്ലൈകോ ഓണം മേളയിൽ 36 രൂപ വിലയുള്ള പഞ്ചസാര 27 രൂപയ്ക്കാണ് കൺസ്യൂമർ ഫെഡ് ഓണം വിപണിയിൽ വിൽക്കുന്നത്. ഹോൾസെയിൽ വിപണിയിലെ വിലക്കയറ്റം മൂലം വില കൂട്ടിയെന്ന് സപ്ലൈകോ വാദിക്കുമ്പോഴാണ് കൺസ്യൂമർ ഫെഡിലെ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ വിൽക്കുന്നത്. ഇതേ സാധനങ്ങൾ സപ്ലൈകോ ഓണച്ചന്തയിൽ വില ഇങ്ങനെ: പഞ്ചസാര കിലോ 36 രൂപ, കുറുവ അരി 33 രൂപ, തുവരപ്പരിപ്പ് 115 രൂപ. എന്നുവെച്ചാൽ വിലക്കയറ്റം പറഞ്ഞ് സപ്ലൈകോ വില കൂട്ടിയ സാധനങ്ങൾ കൺസ്യൂമർ ഫെഡ് വിൽക്കുന്നത് പഴയ സബ്സിഡി വിലയ്ക്ക് തന്നെ. പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനം വിൽക്കാനാണ് സപ്ലൈകോ നിലനിൽക്കുന്നത്. ഭക്ഷ്യവകുപ്പിലെ ധനപ്രതിസന്ധി തീർക്കാനായിട്ടുള്ള പണം അനുവദിക്കാത്തതാണ് ഈ പ്രശ്നത്തിന് കാരണം. ഈ കാര്യം പല ഘട്ടത്തിലും വകുപ്പ് മന്ത്രി തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ സഹകരണ വകുപ്പിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ല, എല്ലാം കിട്ടേണ്ട സമയത്ത് തന്നെ കിട്ടും. വകുപ്പ് പ്രശ്നങ്ങൾ പൊതുജനങ്ങളെ കാര്യമായി ബാധിക്കുന്നു എന്നുള്ള ഉദാഹരണമാണ് സപ്ലൈകോയിലെയും കൺസ്യൂമർ ഫെഡിലെയും ഈ വില വ്യത്യാസം. ജനം, തിരുവനന്തപുരം.